ഇതിനുള്ള പരിഹാരമാണ് ഇപ്പം വരുന്ന ഇലക്ഷൻ. ആ ഇലക്ഷനിലൂടെ ഇവരുടെ കളർ അളക്കാൻ പറ്റും നമുക്ക്. ഇപ്പൊ എന്റെ കളർ ഈ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഈ കളർ അളവും. പക്ഷെ ഇവരുടെ എങ്ങനെ ഇളക്കുന്നു? കാണുന്ന പ്രേക്ഷകരുടെ നികുതിപ്പണം കൊണ്ടാണ് എനിക്ക് ഈ ഡയറി തന്നിരിക്കുന്നത്. എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്കാണ് ഈ ഡയറി കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്തിനാണെന്നറിയോ? ഞാനൊരു ജനപ്രതിയാണ്. എന്നെ പോലുള്ളവരെ സൂചിപ്പിച്ചു നിർത്താനാണ് ഈ ഡയറി ഫ്രീ ആയിട്ട് വരുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും എനിക്കിതിന്റെ ആവശ്യമില്ല. ഇപ്പൊ 10,000 രൂപ ഓണറേറിയം കിട്ടുന്ന ഒരാൾക്ക് 100 രൂപയുടെ ഒരു എഴുതാനുള്ള ഒരു ഡയറി വാങ്ങിച്ച് ഞങ്ങൾക്ക് വെച്ചൂടെ? ബാക്കി നമ്പറുകൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ മൊബൈലിൽ കിട്ടുമല്ലോ. ഗ്രാമപഞ്ചായത്തുകളും നഗരസഭയും മുനിസിപ്പാലിറ്റിയിലൊക്കെ എത്രമാത്രം വാർഡ് മെമ്പർമാരും അതുപോലെ കൌൺസിലർമാരിലൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കണം. അവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ സർക്കാർ ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമാണ്. ഇതൊക്കെ ദൂരത്തല്ലേ? ഇതൊക്കെ ഒഴിവാക്കിക്കൂടെ? അത് ഒരു ഡയറിക്ക് 350 രൂപ വെച്ചാണ്. അത് നോക്കിക്കോണം. കോടികളുടെ അഴിമതിയാണ് ഇതിൽ വരെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തിനാണ് ആവശ്യം? ഇത് എന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാപം എനിക്കൂടെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം എഴുതാൻ ഞാൻ ഇവിടെ സമർപ്പിച്ചിട്ട് പോവുകയാണിത്. ഇതിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ആകാശം, ആകാശത്തിന്റെ കളറ് നീലയല്ലേ? അപ്പം സൂര്യന്റെ സങ്കേതമാണ്. അല്ല, നീലക്കുറുക്കന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ക്രിയാത്മകമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം കണ്ടിട്ടില്ലേ, നമുക്ക് ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് ആരാണ്? ഇവര് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിനു മുമ്പ് വേറെ ആരും അല്ലല്ലോ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും ഇപ്പം പെൻഷൻ കൊടുക്കാൻ പൈസയില്ല, ശമ്പളം കൊടുക്കാൻ പൈസയില്ല എന്ന് പറയാം. എന്നിട്ട് എന്നെ പോലുള്ള ജനപ്രതിനിധികൾക്ക് ഇതേപോലെയുള്ള ഡയറികൾ ഫ്രീ ആയിട്ട് തരികയാണ്. നിങ്ങളുടെ നികുതി പണം എടുത്ത് ഇതേപോലുള്ള ഡയറികൾ തരികയാണ്. എന്തിനാണ് എനിക്ക് ഡയറിയുടെ ആവശ്യം? എന്റെ നാട്ടില് മരിക്കുന്ന ജനങ്ങളുടെ, ആത്മഹത്യ ചെയ്യുന്ന ജനങ്ങളുടെ പേരെഴുതാനാണോ, അവരുടെ ലിസ്റ്റ് ഇടാനാണോ എനിക്ക് ഡയറി? ഈ ഡയറി, നിങ്ങളുടെ നികുതിപ്പണം കൊണ്ടുള്ള ഈ ഡയറി ഞാൻ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പാവം കിട്ടത്തേ ഉള്ളൂ. ഞാൻ അത് ഇവിടെ കൊടുക്കാനാണ്. പക്ഷെ ഇവിടെ ഏത് നീലക്കുറുക്കന്റെ കൊടുക്കും? ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാ നീലക്കുറുക്കന്മാരാണ്. ഇപ്പൊ എനിക്കിവിടെ ഒരാളെ ഉള്ളു വിശ്വാസം. അത് ഈ കൽപ്രതിമയോട് മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം. ഇപ്പോ ഈ വേലുത്തമ്പിയുടെ ഈ കൽപ്രതിമയോട് പറഞ്ഞാൽ പിന്നെയും കേൾക്കും. അപ്പൊ ഞാൻ രാവിലെ വന്നപ്പോഴേ ഈ കൽപ്രതിമ പോലും പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ അടുത്തൊരു നന്ദി പറഞ്ഞു. ഇവരോടുള്ള ഒരു നന്ദി എന്താ പറയാ, എന്നെ രഞ്ജിത്ത് ഒമ്പരെ എന്നെ ഇവന്മാര് തിരിച്ചു നിർത്തിയില്ലല്ലോ എന്ന്. എന്തായാലും പോന്തിരിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവന്മാർ ഈ അഴിമതി ഒന്നും കാണണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴേ നന്ദി പറഞ്ഞിരിക്കുകയാണ് വേലുത്തമ്പി നമ്മുടെ അടുത്ത്. തിരിച്ചറിഞ്ഞുണ്ടല്ലോ, എനിക്കൊന്ന് ആ വാളെടുത്ത് പൊക്കി അപ്പോഴേ വേലുത്തമ്പി കല്ലാന്ന് നോക്കത്തില്ല, മിക്കവാറും ചാടി ഇറങ്ങിയാനായിരുന്നു. ആ കല്ലിനും മണ്ണിലും പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിന്റെ. കോടികളുടെ ദൂർത്താണ് ഇതെല്ലാം. ഇവര് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ടാവും നമ്മൾ ചിന്തിക്കണം. ഇതുപോലെ ദൂർത്ത് കാണിച്ചല്ലേ? ഇതൊക്കെ ചെറിയ ദൂർത്താണ്. പക്ഷെ എന്റെ കയ്യിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെളിയിൽ കാണിച്ചത്. എനിക്ക് ഈ സാധനം വേണ്ട.